ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അധികാരം സ്ഥാപിച്ചെങ്കിലും കിരീടം പിടിക്കാൻ കഴിയാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആധിപത്യം എടുത്തു പറയേണ്ടതാണ്. സ്വന്തം നാട്ടിലും വിദേശ മണ്ണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം 2 തവണ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തി. എന്നാൽ ഫൈനലിൽ വിജയിക്കുക എന്ന ലക്ഷ്യം ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ന്യൂസിലാൻഡിനോട് സമാനമായ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ വിരാട് കോഹ്ലി തൻ്റെ ടീം തന്നെയാണ് മികച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു മത്സരം കൊണ്ട് ഏറ്റവും മികച്ച ടീമിനെ നിർണ്ണയിക്കാൻ കഴിയില്ലെന്നും ഫൈനൽ ഒരു പരമ്പര പോലെ നടത്തണമെന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടു. കോഹ്ലി, അശ്വിൻ, ബൂംറ എന്നീ ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ സ്റ്റാറുകൾ നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറെ ആഗ്രഹിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇത്തവണയും അകന്നു പോകുമോ? ദക്ഷിണാഫ്രിക്കയുടെ അപ്രതീക്ഷിത വിജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. എന്താണ് പോയിന്റ് പട്ടികയിൽ സംഭവിച്ചത്? ലങ്കയെ പരാജയപ്പെടുത്തിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ പോയിന്റ് ശതമാനം കാര്യമായി വർദ്ധിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ഉയർച്ചയോടെ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം അനിശ്ചിതത്വത്തിലായി. ഇനി നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ മാത്രമേ ഫൈനലിലെത്താൻ സാധിക്കൂ. ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോഴും ചില മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ മത്സരങ്ങളിൽ വിജയിക്കുകയാണെങ്കിൽ ഫൈനലിലെത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഇനി നടക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. മറ്റ് മത്സരങ്ങളിലെ ഫലങ്ങളും ഇന്ത്യയുടെ സ്ഥാനത്തെ സ്വാധീനിക്കും. ഫൈനലിലെത്താൻ ഇന്ത്യക്ക് കഴിയുമോ എന്നറിയാൻ നമുക്കിനി കാത്തിരിക്കണം. ദക്ഷിണാഫ്രിക്കയുടെ അപ്രതീക്ഷിത വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ സ്വപ്നം അപകടത്തിലായിരിക്കുകയാണ്. 63% പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക നിലവിൽ 1-ാം സ്ഥാനത്താണ്. പാകിസ്ഥാൻ പരമ്പരയിൽ ഒരു മത്സരം സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ അവർക്ക് ഫൈനൽ ഉറപ്പാക്കാം. ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളി ഇന്ത്യക്കിനി ഓസ്ട്രേലിയക്കെതിരായ 3 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കി. 2 മത്സരങ്ങൾ വിജയിച്ച് 1 സമനിലയാക്കിയാൽ ഇന്ത്യക്ക് 60% പോയിന്റ് ലഭിക്കും. എന്നാൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ 2-0 പരാജയപ്പെടുത്തിയാൽ ഇന്ത്യയുടെ ഈ പ്രതീക്ഷകൾക്ക് തിരിച്ചടി സംഭവിക്കും. ഇന്ത്യ പരമ്പര 3-2 വിജയിച്ചാലും 58% പോയിന്റ് മാത്രമേ ലഭിക്കൂ. എന്നാൽ പരമ്പര 3-2 തോറ്റാൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിക്കും. ഓസ്ട്രേലിയയ്ക്ക് ഫൈനലിലെത്താനുള്ള മികച്ച അവസരമാണുള്ളത്. ഇന്ത്യയെ 2-1 പരാജയപ്പെടുത്തിയാൽ തന്നെ അവർക്ക് ഫൈനൽ ഉറപ്പാക്കാം. ശേഷം ശ്രീലങ്കയോട് 2 മത്സരങ്ങളിലും തോറ്റാലും 55% പോയിന്റ് അവർക്ക് ലഭിക്കും.